വിചാരിപ്പോ എനിക്ക് ഓർമ്മയില്ല, എന്റെ അടുത്ത് ഇന്റർവ്യൂ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓക്കെ അല്ല ലൈക്ക് ഇന്റർവ്യൂ. അപ്പൊ എല്ലാരും വിചാരം ഓക്കെ ഇപ്പൊ ബുക്കൊക്കെ ഇറങ്ങി ഭയങ്കര സക്സസ് ആയി എല്ലാരും ഞാൻ ഭയങ്കര സെറ്റപ്പ് ആയിട്ട് ജീവിക്കാന്നാണ് എല്ലാരും വിചാരം. സൂണായിട്ട് നമുക്ക് ഈ സക്സസ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിച്ചൊരു 30-40കളിൽ എത്തുമ്പോഴൊക്കെ ആയിരിക്കും ആളുകൾ നമ്മളെ തിരിച്ചറിയുന്ന ഒരു പോയിന്റിലോട്ട് നമ്മൾ വളരുകയാണ്. അത് പെട്ടെന്ന് കിട്ടിയ സമയത്ത് നമുക്കൊരു സക്സസ് ഉണ്ടാകുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കൂടെ നമ്മൾ പഠിക്കണം. അപ്പൊ ഇത് നീങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഇതിങ്ങനെ വളരെ നോർമലായിട്ട് ഒരു ദിവസം ഒരു 2-3 ബുക്ക് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ പുതിയ പബ്ലിഷറാണ്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അടിച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഈശ്വര ഇത് വിറ്റില്ല ഇവരുടെ പൈസ പോവല്ലോ എന്നുള്ളൊരു കാര്യം ഭയങ്കരതായിരുന്നു. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കുക. ഏതെങ്കിലും രീതിയിലൊരു ഇൻകം നിങ്ങൾക്ക് വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ പറയാനും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡ് എടുക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും ഒക്കെ പറ്റുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് യു ഷുഡ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് എന്നുള്ളതാണ്. ഞാൻ പല ബുക്സുകളും വായിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിനെ മനസ്സിലാവുന്ന പോലെ വേറെ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് കുറെ എനിക്കത് സത്യമാണ് തോന്നിയിട്ടുണ്ട്. നമ്മളുടെ ഇന്നർ നമ്മള് സംസാരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾക്ക് റൂമിൽ എത്ര പ്രൈവസി കിട്ടുമെന്ന് അറിയില്ല. നമ്മുടെയൊക്കെ വീട്ടിലിപ്പോ ഞാൻ കയറട്ടെ എന്നൊന്നും ചോദിച്ചിട്ടല്ല വീട്ടിൽ വന്നിട്ട് പാരന്റ്സ് കയറുന്നത്. പക്ഷെ ഡയറി എന്ന് പറയുന്ന ഒരു പ്രൈവസിയാണ് എപ്പോഴും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എന്റെ ഡയറി ഒരിക്കലും എന്റെ വീട്ടിലാരും വായിക്കില്ല. പറഞ്ഞു വരുന്നത് ഈ ആഴത്തിലുള്ള എന്ന് കണ്ടപ്പം ഡയറി എഴുതും പറഞ്ഞിരുന്നു. എനിക്കും ആ ഒരു സ്വഭാവം ഉണ്ട്. നമ്മളുടെ ഒരു ഇന്നർ ജേർണി കാര്യങ്ങളൊക്കെ അതിലേക്ക് പകർത്തി വെക്കാന്ന് പറയുമ്പോ ഒരു പോയിന്റിൽ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് കിട്ടും. ആ ഒരു എന്താ പറയാ ആഴത്തിലുള്ള അത്തരം തോട്ട്സുകളൊക്കെ അത് പകർത്തി വെക്കുമല്ലോ. ഈ എഴുത്തുമായിട്ട് ഡയറി കണക്ട് ചെയ്യാൻ കാരണം ഓൺ എലിമെന്റ് ആണ്, അതൊന്നും അറിയാം. എഴുത്ത് കണക്ട് ചെയ്യാൻ കാരണം ഇപ്പൊ ഞാൻ ഒരു പെൺകുട്ടിന്റെ ലൈഫ് പറയാറുണ്ട്. ഇപ്പം ഞാൻ പല ബുക്സുകളും വായിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിനെ മനസ്സിലാവുന്ന പോലെ വേറെ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് കുറെ എനിക്കത് സത്യമാണ് തോന്നിയിട്ടുണ്ട്. നമ്മളുടെ ഇന്നർ നമ്മള് സംസാരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എനിക്ക് അതിഥിയുടെ തോട്ട്സ് എവിടെയെങ്കിലും പറഞ്ഞു വെക്കണം എന്നുണ്ടായിരുന്നു. അതിപ്പോ അതിഥി വെറുതെ ഒരാളോട് ഇപ്പൊ ഇങ്ങനെ വെറുതെ ആലോചനയിൽ പറയുന്നതിനേക്കാളും ഒരു ലെറ്ററിൽ അവര് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന രീതിയിലാണ്. അതെ. അപ്പൊ ആ രീതിയിലാകുമ്പോൾ അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. പിന്നെ അതിഥി എപ്പോഴും ഒരാളെ വെയിറ്റ് ചെയ്യുന്ന ഒരു റിഫ്ലക്ഷൻ അതിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഒരു ഡയറിയിൽ അങ്ങനെ ഒരു കാര്യം ഞാനും ചെയ്തിട്ടുണ്ട്. ഒരു പോയിന്റ് വരെ ഞാനും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പേരില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ട് ഞാനും ലെറ്റർ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ ആരണ്യകം ആണെന്ന് തോന്നുന്നു ഒരു മൂവിയില്ലേ, ആരണ്യകാണോ എന്ന് എനിക്കറിയില്ല. ഒരു മൂവിയുടെ ഒളിച്ചിരിക്കാൻ വള്ളി ആ പാട്ടുകളൊരു അതിലിങ്ങനെ അവളിങ്ങനെ ലെറ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ യേശുദാസിനൊക്കെ ലെറ്റേഴ്സ്, മ്യൂസീഷ്യനൊക്കെ വെറുതെ ഇങ്ങനെ ലെറ്റേഴ്സ് ചെയ്ത് പോസ്റ്റ് ചെയ്യാതെ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, നമ്മളെല്ലാവരും അത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. പക്ഷെ ആ എഴുതുന്ന ലെറ്റേഴ്സ് വേറൊരാള് എന്നുള്ളത് മാറിയിട്ട് നമുക്ക് തന്നെ എന്നുള്ളൊരു പോയിന്റിലോട്ട് അത് മാറുമ്പാണ് അവിടെ ഒരു ചേഞ്ച് വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം കാണും. ഇപ്പൊ നിങ്ങൾ ഇപ്പോഴും വേറൊരാൾക്ക് ലെറ്റേഴ്സ് എഴുതി പ്രതീക്ഷിച്ചിരിക്കുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചേഞ്ച് ഇറ്റ്. അങ്ങനെ ആരും വരാൻ പോണില്ല എന്നുള്ളൊരു കാര്യം അത് സ്റ്റേബിൾ ആയിട്ട് പറയണം. പിന്നെ ഇതിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതിലെ കഥകളെക്കാളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമായത് ആ ലെറ്റേഴ്സ് ആണ്. ആ ലെറ്റേഴ്സിന് ഭയങ്കര ബ്യൂട്ടി ഉണ്ട് എന്ന് പറയുന്നത്. അവൾ എഴുതുന്നതല്ല അല്ലെ? അതെ. അപ്പൊ ഈ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ എന്റെ ഡയറിയിൽ പണ്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് ആ ലെറ്റേഴ്സ് ഇത് ഒട്ടും പണിവിടേണ്ടി വന്നിട്ടില്ല. ഞാൻ ഇതിന്റെ ഫോട്ടോ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. വായിക്കുമ്പോൾ ഒരുപാട് പേർക്ക് അതുപോലെ അപ്പൊ ആ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ആ ഡയറിയിൽ എഴുതിയ കുറെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി എന്റെ ഡയറിയിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, കുറെ തോട്ട്സ് കാര്യങ്ങൾ. അപ്പൊ അതെനിക്ക് ഈസി ആയിരുന്നു, നേരത്തെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഡയറി എഴുതുമ്പോൾ കുറച്ചുകൂടി ഒരു ഫ്രീ സ്പേസ് വരും. നമുക്ക് ഒരിക്കലും ഒരു ഫിൽറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഡയറി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പൊ നമുക്ക് റൂമിൽ എത്ര പ്രൈവസി കിട്ടുമെന്ന് അറിയില്ല. നമ്മുടെയൊക്കെ വീട്ടിലിപ്പോ ഞാൻ കയറട്ടെ എന്നൊന്നും ചോദിച്ചിട്ടല്ല വീട്ടിൽ വന്നിട്ട് പാരന്റ്സ് കയറുന്നത്. പക്ഷെ ഡയറി എന്ന് പറയുന്ന ഒരു പ്രൈവസിയാണ് എപ്പോഴും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എന്റെ ഡയറി ഒരിക്കലും എന്റെ വീട്ടിലാരും വായിക്കില്ല. ഇപ്പൊ എന്റെ അമ്മയുടെ ഡയറി ഞാനും വായിക്കില്ല. അപ്പൊ നമുക്ക് അമ്മയ്ക്ക് കണക്കൊക്കെ എഴുതിയിട്ടുള്ള ഡയറി ഉണ്ടാവും. പക്ഷെ ഡയറി എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് ഉണ്ട്, ദാറ്റ് ഈസ് സംതിങ് പേഴ്സണൽ എന്നുള്ള ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഇതാരും വായിക്കില്ല. ഇത് നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഫിൽറ്റർ ഇല്ലാതെ നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ട് അത് മാറും. അപ്പൊ അതിഥിയും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ആ ഒരു സാധനം കൊടുത്താൽ രസം ഉണ്ടാവും എന്നുള്ളൊരു ഇതിലാണ് അത് കൊടുത്തത്. ഒരുപാട് അതിഥി അവരെ
ചുറ്റും കണ്ടിട്ടുണ്ടോ ഇത്തരം ഡയറികൾ എഴുതുന്ന? ഇത്ര ഞാൻ ഡയറി എഴുതുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റ തന്നെ നോക്കിയാൽ അറിയാം കുറെ പേര് ഇങ്ങനെ ഡയറി എഴുതിയിട്ട് അതൊക്കെ ഇങ്ങനെ റീലിടുന്നത് ഞാൻ കാണും. എനിക്കറിയാം ഒരു സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അതിലുള്ള കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് ഇതുപോലെ എഴുത്തിലൂടെയൊക്കെ ആയിരിക്കും. ഇൻസ്റ്റയിലൊക്കെ അപ്പൊ ഡയറി എഴുതുന്ന പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ എഴുതില്ലായിരുന്നു അക്ഷരം നന്നാവാനൊക്കെ വേണ്ടി ഡയറി എഴുതിക്കും. അത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിന് നമ്മൾ വേറൊരു ആസ്പെക്ട്സ് കൊടുക്കാന്നുള്ളൂ. കോമൺ ആയിട്ടൊരു ഡയറി എഴുതി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിൽ അതൊരു സക്സസ് ഫാക്ടർ ഉണ്ടാവില്ല. അവിടെ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി എഴുതുന്ന ഡയറി നമ്മൾ അവനവന് വേണ്ടി എഴുതുന്നിടത്തിൽ ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ പറ്റും എന്നുള്ളതിലാണ് ആ ഒരു ഡയറിയുടെ എലമെന്റ് കൂടുതൽ. എനിക്ക് നല്ലൊരു വർക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ഡയറി. പലരും പറയുന്നത് അതെ ആ ഒരു കത്തുകളും പൂക്കളോടുള്ള ഒരു സ്നേഹം അതിൽ അഡ്രസ് ചെയ്തതൊക്കെ വളരെ നന്നായിരുന്നു. പിന്നെ ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നേ മറ്റൊരെണ്ണം ഏറ്റവും ആദ്യം നനയുവാൻ ഞാൻ കടലാവുന്നു ആ പുസ്തകത്തെ കുറിച്ച് പറയും. നനയുവാൻ ഞാൻ കടലാവുന്നു ഞാൻ ജീവിക്കുന്നു എന്ന് എനിക്ക് തന്നെ ബോധ്യം വരാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ള കുറെ കഥകൾ. അത് ഒരു മെമ്മറി കറക്ഷൻ ആണ്, എന്റെ ലൈഫിലെ കുറെ ഇൻസിഡൻസ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഒരു പോയിന്റ് വരെ നമുക്ക് സ്വപ്നങ്ങൾക്ക് പറയുമ്പോ പോവാൻ പറ്റും. സ്വപ്നം കാണാനൊക്കെ അതിന് വരെ ഒരു ലിമിറ്റ് എനിക്ക് എന്റെ ലൈഫിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ലിമിറ്റ്. അപ്പോ അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ അല്ലാന്ന് ഞാൻ റിയലൈസ് ചെയ്തത് കുറെ കഴിഞ്ഞിട്ടാണ്. അപ്പോ +2 കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ശേഷം എന്നെ സംബന്ധിച്ച് എന്റെ മെയിൻ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്റെ സ്വപ്നങ്ങളായിരുന്നില്ല. എന്റെ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കണം, എന്റെ വീട് വെക്കണം, എന്റെ വീട്ടുകാരെ നോക്കണം. ഈ 3 കാര്യങ്ങളിലാണ് എന്റെ ലൈഫ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ എനിക്കൊരിക്കലും നമ്മൾ എഴുതുക അല്ലെങ്കിൽ ആ ഒരു ഇതിൽ പാഷനിലോട്ട് പോവാന്നുള്ള ഒരു ചോയ്സ് അല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, പാഷൻ ഫോളോ ചെയ്യാൻ നിങ്ങൾ പ്രിവിലേജ്ഡ് ആയിരിക്കണം. അല്ലെ, അൺപ്രിവിലേജ്ഡ് അല്ലാത്ത ഒരാൾക്ക് എനിക്കറിയില്ല എത്ര അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇത്രയും വർഷങ്ങൾ എടുത്തില്ലേ ഇപ്പൊ നിന്നുള്ള ഒരു പേര് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഇതിനു മുന്നേ ഞാനിവിടെ ജീവിച്ചിട്ടുണ്ട്, എന്റെ തോട്ട്സ് ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഐ വാസ് നോട്ട് പ്രിവിലേജ്ഡ് ഇനഫ്. എനിക്ക് ആ ഒരു കാര്യം ഇപ്പൊ ഞാൻ ഫസ്റ്റ് ബുക്ക് ഇറക്കിയത് എന്റെ സ്വന്തം പൈസക്കാണ്. 30,000 രൂപ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാനത് എടുത്തത്. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് ആ പൈസ തരില്ലായിരുന്നു. ഞാൻ ഏൺ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ബുക്ക് ഒരിക്കലും ഇറക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ എന്നെ എഴുത്തുകാരി ആക്കിയത് എന്റെ ഇൻഡിപെൻഡൻസ് ആണ്. ആ ഇൻഡിപെൻഡൻസിലോട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്കൊരിക്കലും ഡ്രീംസിന്റെ പിറകെ പോകാൻ പറ്റിയില്ല ആ ഒരു ടൈമിൽ. അപ്പൊ ഞാൻ ചെയ്തത് ജോലി മേടിക്കുക, ജോലി തന്നെ ഞാൻ കുറെ കാലം ചെയ്തുകൊണ്ടിരുന്നത്. വേറെ ഒന്നും എന്റെ പ്രയോറിറ്റി ആയിരുന്നില്ല. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമുക്ക് നമ്മളുടെ ഉള്ളിൽ വേറൊരു വേർഷൻ ഉണ്ട്, അതൊരിക്കലും മരിച്ചു പോരുതെന്നുള്ളത് കൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ള കുറെ ലേഖനങ്ങൾ അല്ലെങ്കിൽ കുറെ ആർട്ടിക്കിൾസ് ആണ് ഇതെല്ലാം. അത് ഞാനിങ്ങനെ മനോരമയിലേക്ക് എഴുതുമായിരുന്നു, ഇടയ്ക്ക് ഏഷ്യാനെറ്റിലേക്ക് എഴുതി അയക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ ഏഷ്യാനെറ്റിൽ പബ്ലിഷ് ചെയ്തത് ഭയങ്കര സന്തോഷമാവും. അത് വന്നു എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മളൊരു ആർട്ടിക്കിൾ എഴുതിയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ പബ്ലിഷ് ചെയ്യുക. അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു 10-15 കഥകൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ റാൻഡായിട്ട് എഴുതിയിട്ടായിരുന്നു. പിന്നെ ജോലി പോയ സമയത്ത് എന്ത് ചെയ്യണം എന്ന് അറിയില്ല, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല. എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് എന്ത് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കുകയാണല്ലോ, എന്നാ ശരി കുറച്ച് കഥകളോട് എഴുതിയിട്ട് ഒരു ബുക്ക് ആക്കിയാലോ എന്നുള്ള ഒരു തോട്ടിലാണ് ബാക്കി കഥകൾ എഴുതുന്നത്. ഒരു ദിവസം ഇരുന്നിട്ടൊക്കെയാണ് ഒരു കഥ എഴുതുന്നത്. രാവിലെ ഇരിക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു കഥ എഴുതും. അങ്ങനെ ഒരു 10 ദിവസം ഇരുന്നിട്ട് ബാക്കി 10 കഥകൾ എഴുതിയിട്ട് ഒരു പുസ്തകം ആക്കാറുണ്ടായത്. ആ പുസ്തകത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നില്ല ഇപ്പൊ നിങ്ങള് പാരന്റ്സിന്റെ കയ്യിൽ നിന്നൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ എത്ര പേർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അപ്പൊ എന്റെ അടുത്ത് പലരും ചോദിക്കും, ചേച്ചി ഞങ്ങൾ ചെയ്യുന്ന ജോലി ഞങ്ങൾക്ക് ഇഷ്ടമല്ല, എനിക്ക് വേറെ ഡ്രീംസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഞാൻ പറയും, if you are financially privileged, if you are financially okay, you can do this. അല്ലെങ്കിൽ ഞാൻ ചോദിക്കും, നമ്മളിപ്പോ ഒന്ന് പുറത്ത് പോയാൽ നമുക്ക് ഒരു ചായ കുടിക്കണ കയ്യിൽ ഒരു 50 രൂപ വേണം. ഈ 50 രൂപ നമുക്ക് ആരും വെറുതെ തരില്ലല്ലോ, അത് നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ അതില്ലാതിരിക്കുന്ന കാലത്തോളം എനിക്ക് അറിയില്ല ആളുകൾ എങ്ങനെയാണ് സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണതെന്ന്. അപ്പൊ എനിക്ക് ഇത്രയും സമയം എടുക്കേണ്ടി വന്നതിന് കാരണം എനിക്ക് ഇത്രയും കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു. ഈ രീതിയിൽ എനിക്ക് ഫിനാൻഷ്യലി കാര്യങ്ങൾ സെറ്റ് ആവാനുണ്ടായിരുന്നു. അപ്പൊ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എന്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ നടക്കുന്നത്. ഇപ്പം എനിക്കത് ചെയ്യാൻ ഞാൻ കേപ്പബിൾ ആണ്. എന്റെ സ്വപ്നങ്ങളിൽ നിന്ന് എനിക്കൊരു ഏർണിങ്സ് വരുന്നുണ്ട്. ഇപ്പൊ എന്റെ ഡ്രീംസിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തപ്പോൾ അതിന് ഏർണിങ്സ് കിട്ടി തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ ജോലി റിസൈൻ ചെയ്തത്. അല്ലെങ്കിൽ അത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ എനിക്കിതിപ്പോ എത്ര നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മണി ഈസ് ഇമ്പോർട്ടന്റ്. അത് വേണം. അതില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. നമുക്കിപ്പോ എന്തിനും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാന്നതിന്, ഇപ്പൊ ഞാൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഒരു പോയിന്റ് വരെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അവരുടെ എന്തെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടി വരും. ഫിനാൻഷ്യലി നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ
അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ ഒരു ജോലി, നിങ്ങൾക്ക് ജോലിന്ന് വേണ്ട, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ജീവിക്കുക. ഏതെങ്കിലും രീതിയിലൊരു ഇൻകം നിങ്ങൾക്ക് വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ പറയാനും നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡ് എടുക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനൊക്കെ പറ്റുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് യു ഷുഡ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് എന്നുള്ളതാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് കുറച്ച് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു, വായിക്കുന്നു, നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പൊ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ റിയാക്ഷൻ എന്തായിരുന്നു? അത് ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ സമയം മുംബൈയിലാണ്. ഞാനിരുന്ന് വർക്ക് ചെയ്യുന്ന ബുക്ക് നമ്മള് ചെയ്തു, 350 കോപ്പി അടിച്ചിട്ട് ഞാൻ മുംബൈയിൽ പോയി. അപ്പൊ ഇത് നീങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഇതിങ്ങനെ വളരെ നോർമൽ ആയിട്ട് ഒരു ദിവസം ഒരു 2-3 ബുക്ക് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്റെ പബ്ലിഷർ പുതിയ പബ്ലിഷറാണ്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അടിച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഈശ്വര ഇത് വിറ്റില്ല, ഇവരുടെ പൈസ പോവല്ലോ എന്നുള്ളൊരു കാര്യം ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ നമ്മൾ പോയി. പിന്നെ ഒരു പോയിന്റിൽ ഞാൻ റീലൊക്കെ ചെയ്തപ്പോൾ പതിയെ ഇതിങ്ങനെ പിക്കപ്പ് ആവാൻ തുടങ്ങി, ആളുകൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് മനോരമയിൽ വന്നൊരു പേപ്പർ കട്ടിങ് എനിക്ക് അയച്ചു തന്നു. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഏതൊരു പുസ്തകോത്സവം തന്നു, ആ പുസ്തകോത്സവത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ പുസ്തകങ്ങൾ ഒരു ബുക്കായിട്ട് നമ്മുടെ പേര്. അത് കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ട്. അപ്പൊ ഞാൻ അന്ന് ഫുള്ള് ഭയങ്കര ആഘോഷം, ഞങ്ങൾ ഫുള്ള് ഇങ്ങനെ ഫോൺ വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അവിടെ നിന്ന് മനോരമ ആർട്ടിക്കിൾ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ഫീച്ചർ ചെയ്തൊരു വീഡിയോ ആർട്ടിക്കിൾസ് എല്ലാം വരുന്ന ഒരു ജേർണി, ഒരു 6 മന്തിലെ ജേർണിയാണ്. അത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ആ സമയത്ത് നമ്മള് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ എനിക്കിപ്പോഴും ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളോട് നമുക്കുള്ള എക്സൈറ്റ്മെന്റ് ഇല്ല, അതൊരിക്കലും പോവാതിരിക്കുക, ആ ഒരു കാര്യം കീപ്പ് ചെയ്യാൻ പറ്റിയ ഭയങ്കര ആഗ്രഹം. ചെറുപ്പത്തിലെ നിമ്മയുടെ ആ ഒരു സ്വപ്നം. അതെ അതെ. അപ്പൊ ആ സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അവിടുന്ന് ഇപ്പൊ ഞാൻ ഇതല്ലേ പറയാം, ഇപ്പൊ എന്തെങ്കിലും രീതിയിൽ ഡൗൺ ആകുമ്പോൾ ഞാൻ ആലോചിക്കും നമ്മൾ എന്തോരം വന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ റീതിങ്ക് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ ചെറിയൊരു സ്ഥലത്ത് നമ്മുടെ ഒരു ബുക്കിന്റെ പേര് മെൻഷൻ ചെയ്തപ്പോൾ അത്ര ഹാപ്പി ആയിട്ടുള്ള നമ്മള് ഇപ്പം അവര് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഇന്റർവ്യൂസ് എടുക്കുന്നു, നമ്മുടെ ആർട്ടിക്കിൾസ് എടുക്കുന്നു. അത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ ഏതെങ്കിലും രീതിയിൽ ഡൗൺ ആവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ആ ഒരു മൊമെന്റിലേക്ക്, ഓക്കെ ഹൗ ഫാർ നമ്മള് ട്രാവൽ അതെ അങ്ങനെയുണ്ട്. പക്ഷെ അതെ ഭയങ്കര. പക്ഷെ ആൾക്കാർ വിചാരിപ്പോ എനിക്ക് ഓർമ്മയില്ല, എന്റെ അടുത്ത് ഇന്റർവ്യൂ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓക്കെ അല്ല, ലൈക്ക് ഇന്റർവ്യൂ അപ്പൊ എല്ലാരും വിചാരം ഓക്കെ ഇപ്പൊ ബുക്കൊക്കെ ഇറങ്ങി ഭയങ്കര സക്സസ് ആയി, എല്ലാരും ഞാൻ ഭയങ്കര സെറ്റപ്പ് ആയിട്ട് ജീവിക്കാന്നാണ് എല്ലാരും വിചാരം. പക്ഷെ അങ്ങനെയല്ല, എനിക്കും ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഡേയ്സ് ഉണ്ട്. അപ്പം എന്റെ അടുത്ത് ഇന്റർവ്യൂവിന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഐ എം നോട്ട് ഓക്കെ എന്ന് പറയാൻ മെന്റലി ഞാൻ ഓക്കെ അല്ല. അപ്പൊ എന്താ റീസൺ ചോദിച്ചാൽ എനിക്ക് റീസൺ തരാനില്ല. പക്ഷെ കുറെ രീതിയിലും എനിക്ക് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ ഞാനിങ്ങനെ എന്റെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ മാമിയുടെ അടുത്ത്, അപ്പൊ മാമിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര ഈസി എന്ന് ഞാൻ പറയുന്നില്ല, ഇത്ര സൂണായിട്ട് നമുക്ക് ഈ സക്സസ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിച്ചൊരു 30-40കളിൽ എത്തുമ്പോഴൊക്കെ ആയിരിക്കും ആളുകൾ നമ്മളെ തിരിച്ചറിയുന്ന ഒരു പോയിന്റിലോട്ട് നമ്മൾ വളരുക. അത് പെട്ടെന്ന് കിട്ടിയ സമയത്ത് നമുക്കൊരു സക്സസ് ഉണ്ടാകുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കൂടെ നമ്മൾ പഠിക്കണം. അപ്പൊ എനിക്കിത് കിട്ടിയ സമയത്ത് എനിക്കിത് ആദ്യം ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ലൈഫിൽ ഒരു സാച്ചുറേഷൻ പോയിന്റ് വന്നു, ഓക്കെ ഞാൻ ഇതൊക്കെ ചെയ്തല്ലോ, ഇപ്പൊ എന്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നു, വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്റ്റെക്ക് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് ഇപ്പൊ. ബുക്ക് എഴുതാമെന്ന് എനിക്കറിയാം, ബുക്ക് എനിക്ക് എഴുതാം, ഇനിയും എഴുതാം, ചെയ്യാം. പക്ഷെ അതിനൊക്കെ അപ്പുറം കുറച്ചുകൂടി എന്തെങ്കിലും നമ്മളെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനം നമുക്ക് മുന്നോട്ട് വേണം. ആ എക്സൈറ്റ്മെന്റ് കണ്ടെത്തുക എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലോ, പേർപ്പസ് കണ്ടെത്തുക എന്നുള്ളൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. എന്നിട്ട് വിളിച്ചാൽ പോലും ഞാൻ ഫോൺ എടുക്കില്ല, അങ്ങനത്തെ ഒരു പേഴ്സണാണ്. സംസാരിക്കാൻ ഭയങ്കര. അപ്പൊ ഞാനത് അങ്ങനെ തന്നെ പറയും. ഇപ്പൊ എനിക്ക് വേറൊരു എക്സ്ക്യൂസ് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളും ഉണ്ടാവണം. ഇപ്പം ഞാൻ ഓക്കെ അല്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അത് വേറൊരു റീസൺ കൊണ്ടല്ല, ഐ എം നോട്ട് മെന്റലി ഓക്കെ എന്നുള്ളൊരു കാര്യം കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾക്കാരുണ്ടാവണം. ഈ സക്സസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആദ്യം ഭയങ്കരമായിട്ട് അത് ഭയങ്കര ആഘോഷമായിരുന്നു. പിന്നെ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മളെ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവും. നമ്മുടെ ഇത്രയും കാലം നമുക്ക് ഈ ഒരു ഗോളായിരുന്നു, ഈ ഗോള് ജേർണി പിന്നെയുള്ള ജേർണി. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഭയങ്കര വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഗുണങ്ങളിൽ ഒന്ന് പറയുന്നത് ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും സ്വയം ആശ്വാസം നേടാനും അതിൽ നിന്ന് കരുത്ത് ആർജിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനം അത്തരം സിറ്റുവേഷൻസിലൂടെയൊക്കെ പോയി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ശരണിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു ബിട്രയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ആവാന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ സംസാരിക്കാം. പക്ഷെ
ഒരു സെൽഫ് റിയലൈസേഷൻ ആണല്ലോ ഏറ്റവും അവസാനം. സെൽഫ് ലവിലേക്ക് അതിഥി എത്തുന്നു. ആ രീതിയിലേക്ക് കഥ മാറാൻ കാരണം ഏറ്റവും അവസാനം മനുഷ്യരുടെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ അതിഥിക്ക് ഈ കഥ വേറെയും രീതിയിൽ അവസാനിപ്പിക്കായിരുന്നു. ഐ മീൻ ലയ എന്ന് പറയുന്ന അതിഥിയുടെ വലിയൊരു ബാക്ക് ബോൺ ആണ്. അപ്പൊ ലയ അതിഥിക്ക് ഒരു ആശ്വാസമാവുന്നതും ലയയുടെ കൂടെ അതിഥി പോകുന്നതുമായിട്ട് നമുക്കിത് അവസാനിപ്പിക്കായിരുന്നു. അതിഥിക്ക് വേറെയും നല്ല നല്ല പൊസിഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആദ്യ അതിഥിയുടെ നല്ലൊരു ഫ്രണ്ടാണ്. ആദ്യയുടെ കൂടെ അതിഥിക്ക് പോയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ രീതിയിലായിരിക്കും അവസാനം എന്നുള്ളത്. പക്ഷെ അവിടെയൊക്കെ അതിഥി ചൂസ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഹീൽ ആവാന്നുള്ള ഒരു കാര്യമാണ്. അല്ലെ, ഒറ്റയ്ക്ക് ഹീൽ ആവാ. അവിടെ ലയനെ പോലെ ഒരു ഫ്രണ്ട് അതിഥിക്ക് കൊടുക്കുന്ന ഒരു സ്പേസും ഉണ്ട്. ഓക്കെ നീ പോന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം നമുക്ക് വരുമ്പോ നമ്മൾ വേറൊരാളിലാണ് നമ്മുടെ നമ്മൾ ഓക്കെ ആവാൻ വേണ്ടി നമ്മൾ വേറൊരാളെയാണ് തിരയുക. അല്ലെ, ഡിപ്പെൻഡ് ചെയ്യുക. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ അതിഥി കുറെ പേരെ ഡിപ്പെൻഡ് ചെയ്ത ആൾ അതിഥി ഈ ഒരു പൊസിഷനിൽ എത്തിയത്. ഫൈനലി അവള് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ഹീൽ ആവുന്നത് നമ്മളിൽ തന്നെ ആവണം. നമ്മൾ ആ ഹീലിംഗ് പ്രോസസ്സിൽ വേറൊരാളെ ഇൻവോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമുക്ക് വേറൊരാൾ വേണം. നമ്മൾ ജനിക്കുന്നത് ഒറ്റയ്ക്കാണ്, മരിക്കുന്നതും ഒറ്റയ്ക്കാണ്, ജീവിക്കുന്നത് മൊത്തം നമ്മൾ നമുക്കുള്ളിൽ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ലൈഫിൽ വന്നു പോകുന്ന എല്ലാവരും സൈഡ് ക്യാരക്ടേഴ്സ് തന്നെയാണ്. അവര് വരും പോവും, അവരെങ്ങനെയായാലും പോവും. അറ്റ് ദി എൻഡ് നമ്മുടെ കൂടെ ഉണ്ടാവാൻ പോകുന്നത് നമ്മൾ മാത്രമാണ്. ചിലപ്പോൾ അവരിങ്ങനെ ഇന്റൻഷ്യലി പോണമെന്നില്ല, അല്ലാതെയും നമുക്ക് ആളുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവാലോ. നമുക്കൊരിക്കലും വേറൊരാളെ എല്ലാ സമയത്തും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത് അവരുടെ തെറ്റുമല്ല. ചിലപ്പോൾ അവർക്ക് അതിന് പറ്റുന്നുണ്ടാവില്ല, അവരുടെ സിറ്റുവേഷൻസ് വേറെ ആയിരിക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കി എല്ലാ മനുഷ്യനും വേണ്ട ഒരു പവർ എന്ന് വെച്ചാൽ സെൽഫ് ഹീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. വേറെ ആളെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ കണ്ടന്റ്ഫുൾ ആയിട്ട് ഇരിക്കുക. ഇപ്പൊ പല ആളുകൾക്കും ഭയങ്കര ലോൺലി ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യാൻ കാരണം അവരെപ്പോഴും അവരുടെ ഹാപ്പിനെസ്സും അല്ലെങ്കിൽ എല്ലാം വേറൊരാളിലാണ് ഡിപ്പെൻഡ് ആവുന്നത്. അപ്പൊ അവര് കുറച്ച് റൂഡായിട്ട് സംസാരിച്ച് അന്നത്തെ ദിവസം ഭയങ്കര ഡൗൺ ആയിരിക്കും. അവരെന്തെങ്കിലും ഹാപ്പി ആയി നമ്മളും ഹാപ്പി ആയിരിക്കും. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. നിങ്ങളെ സറൗണ്ടിങ്സ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, വേറെ ആരുടെ എല്ലാ ആക്ഷൻസും ഒന്നും ഒരു പോയിന്റ് വരെ നമ്മൾ എഫക്ട് ചെയ്യാൻ പാടില്ല. അതിനപ്പുറം നമ്മൾ ഇന്ന് ഹാപ്പി ആവണം, നമ്മൾ തീരുമാനിച്ചു നമ്മൾ ഹാപ്പി ആവണം. നമ്മൾ സാഡ് ആവണമെങ്കിൽ നമ്മൾ സാഡ് ആവണം. അതൊരിക്കലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. അപ്പൊ എനിക്കൊന്ന് ലയ എന്നുള്ള ഒരു ഫ്രണ്ടും ഭയങ്കര വാലിഡ് ആവുന്നത് അവിടെയാണ്. അവൾ ഒരിക്കലും അതിഥീനെ അവളിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല. അവൾ അവിടെ നിൽക്കുന്നുണ്ട്, അതിഥിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് എൻഡ് അതിഥീനെ അവളായിട്ട് നിന്നുകൊണ്ട് ഹീൽ ചെയ്യാൻ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ എന്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് എല്ലാ സമയത്തും ഞാൻ ഒരിക്കലും എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ ആ വിഷമത്തിന്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആളുകളോട് അത് ഷെയർ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ഹീൽ ആവാന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് എല്ലാ രീതിയിലും ആളുകൾക്ക് എല്ലാവർക്കും ആ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയ്ക്ക് നമ്മൾ ഹേർട്ട് ആവും പല സാഹചര്യങ്ങളിലും എന്ന് തോന്നിയിട്ടുണ്ട്. അതിലൂടെ ഞാൻ അവസാനം ഈ ഒരു എൻഡ് വെച്ചിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം, ആരും വരില്ല നിങ്ങളുടെ ലൈഫിൽ, ആരും വരില്ല. നിങ്ങളുടെ ലൈഫിലെ മെയിൻ ക്യാരക്ടർ നിങ്ങൾ മാത്രമാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിനെ ബ്യൂട്ടിഫുൾ ആക്കി ഹാപ്പി ആക്കി കൊണ്ടുപോകാന്നുള്ളത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ്. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളെ തന്നെ കുറച്ചുകൂടി വിശാലമായിട്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് ബാക്കിയുള്ളവർ കാണുന്ന പാർട്ടിനെ കൂടിയല്ല, നിങ്ങളുടെ ഇംപെർഫെക്ഷനെ, നിങ്ങൾ എടുക്കുന്ന റൈറ്റ് ആയിട്ടുള്ള ചോയ്സസിനെ, റോങ് ചോയ്സസിനെ, നിങ്ങൾ ചെയ്ത തെറ്റുകളെ എല്ലാത്തിനെയും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അതൊക്കെയാണല്ലോ നമ്മളാക്കി മാറ്റിയത്. ഇപ്പൊ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ ഫേസ് കണ്ടിട്ട് നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ രാവിലെ തന്നെ നോക്കിയിട്ട് ഇത് കുറവാണ് അത് കുറവാണ്. ഈ ബോഡി അല്ലേ നമ്മളെ ഇപ്പോഴും ജീവിച്ച് നിർത്തുന്നത്, നമ്മളിപ്പോ മുന്നോട്ട് നടത്തിക്കുന്നത് ഈ ബോഡി. ആ ബോഡീനെ സ്നേഹിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളിൽ നമ്മളെ കണ്ടന്റ്ഫുൾ ആക്കിയിട്ട് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടെത്തുന്നിടത്താണ് ഒരു പേഴ്സൺ കുറച്ചുകൂടി കംപ്ലീറ്റ് ആവുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരോടും പറയണം. കുറച്ചുകൂടി അവനവനെ തന്നെ സ്നേഹിക്കുന്നതിലൂടെ ചുറ്റുപാടുകളെയും കുറച്ചുകൂടി വിശാലമായിട്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും. അപ്പൊ ലോകം കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവും. അപ്പൊ ആ ഒരു കാര്യം പറയണം. വളരെ ഭംഗിയുള്ള ആലോചന, അത്രത്തോളം ഭംഗിയുള്ള എഴുത്തും. എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മളെടുത്ത് ഇത്രയും നേരം സംസാരിച്ചതിലൊക്കെ. ഇനിയും ധാരാളം എഴുതാൻ സാധിക്കട്ടെ, ഒരുപാട് കഥകൾ പറയാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.